വരും. എന്ന് മാത്രമല്ല, തനിക്ക് കഴിവില്ലാത്തതിന് കോംപ്ലക്സുകൾ വരും. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളാണ് പിന്നീട് വഴിതെറ്റാൻ, കുട്ടികളെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും വീഴ്ത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പ്രേരണ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? അപ്പം ഈ കുട്ടികൾ എന്ത് ചെയ്യണം? ഇത്തരം കുട്ടികളെ ക്ലാസിഫൈ ചെയ്തിട്ട്, അതായത് ഈ റെസ്റ്റ്ലെസ് ടൈപ്പ് ഓഫ് മൈൻഡ് കുട്ടികളെയും തീരെ ഡള്ളായിട്ടുള്ള കുട്ടികൾക്കും ചില സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഈ ഡള്ളസ് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടികളിൽ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള കുറേ ചിന്തകളുണ്ട്, പൂർവ്വ സംസ്കാരങ്ങളുണ്ട്. ഇത്തരം സംസ്കാരങ്ങൾ അധികരിച്ചു കിടക്കുന്നത് കൊണ്ട് ആ മൈൻഡ് അങ്ങനെ സോളിഡായിട്ട് കിടക്കണം. സോളിഡ് ഇൻ ദ സെൻസ് വെരി കംപ്രസ്ഡ് തോട്ട്സുകൾ അതിലങ്ങനെ നിറയെ കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു കഴിവിനും പുറത്തേക്ക് വരാൻ പറ്റില്ല. നല്ല കട്ടിയുള്ള ഒരു വല്ലാത്തൊരു ചിന്തകളുടെ ആവരണം ആ മനസ്സിനെ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കാർമേഘം മൂടിക്കിടക്കുന്ന സൂര്യനെ പോലെ, സൂര്യൻ എത്ര ഉജ്ജ്വല പ്രകാശമുള്ള ആളാണെങ്കിലും കാർമേഘത്താൽ മൂടിക്കിടക്കുകയാണെങ്കിൽ ആ കാർമേഘം പോകുന്നത് വരെ സൂര്യനെ കാണാൻ നമുക്ക് സാധ്യമല്ല. പായൽ മൂടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് പായൽ ഉണ്ടാകുന്നെങ്കിലും ആ വെള്ളത്തെ മുഴുവൻ പായൽ കൊണ്ട് മൂടിക്കിടത്തി വെള്ളത്തെ കാണിക്കാതിരിക്കാൻ പായലിന് സാധിക്കും. നിങ്ങൾ കായംകുളം ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, കുട്ടനാടൻ ഭാഗങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് നമ്മുടെ കുളങ്ങളിലൊക്കെ പായലുകൾ കെട്ടിക്കിടക്കുന്നു. ഇപ്പം അത് കുറഞ്ഞു വന്നു. കാരണം കുളങ്ങളേ പോയി. കാരണം മനുഷ്യജീവിതം തന്നെ കുളമായി പോയി. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കുളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ മനുഷ്യ ജീവിതത്തെ പരിവർത്തനം വരുത്തണമെങ്കിൽ നമുക്ക് ഈ ഡൾ മൈൻഡിനെ ആക്റ്റീവ് മൈൻഡാക്കി മാറ്റണം. അപ്പം അവർക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൂടുതൽ അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് ആവശ്യമുണ്ട്. കാരണം അവരുടെ ഉള്ളിലുള്ള ലെഥാർജി, അവരുടെ ഉള്ളിലുള്ള ആലസ്യത്തെ, അവരുടെ ഉള്ളിലുള്ള ഡൾനെസ്സിനെ ഒന്ന് ഒരുക്കി കളയേണ്ടതുണ്ട്. ഒന്നതിനെ ലൂസിഡ് ആക്കേണ്ടതുണ്ട്. എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് ഗെയിമുകളിലൂടെയും സ്പോർട്സുകളിലൂടെയും കുറേ ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് അങ്ങനെ അവരുടെ മനസ്സിൽ കുറച്ചൊരു ആക്ടിവിറ്റി വന്നാൽ തന്നെ ആ ഡൾനെസ് എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ നിന്നും അവർ പുറത്തു കിടക്കും. അപ്പോൾ നോക്കുക, കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള വഴി അതാണ്. അതിന് പകരം നിങ്ങൾ ഈ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ഇവരുടെ കൂടെ സ്പോർട്സിലേക്ക് കൊണ്ടുവന്നാൽ, സ്പോർട്സ് വേണ്ടാന്നല്ല, അമിതമായ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇൻ്റലിജൻസിനെ അത് ബാധിക്കും. ആ കുട്ടിക്ക് വേണ്ടത് സ്പോർട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ആ കുട്ടിക്ക് കുറേ കൂടി ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതിന് അവർക്ക് ഫോക്കസിങ് പവർ ഉണ്ട്, അവർക്ക് ഗ്രാസ്പിംഗ് പവർ ഉണ്ട്, അവർക്ക് വളരെയധികം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള വിവേകം, ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് കൊള്ളരുതാത്തവരായിട്ട് ഇവിടെ ആരുമില്ല. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന കൃഷ്ണൻ, ആരും കൊള്ളരുതാത്തവരായിട്ടില്ല. നോ വൺ ഈസ് യൂസ്ലെസ് എന്നാണ്. ഇത് ഇതര മതങ്ങളെപ്പോലെ ഒരു വേർതിരിവ് ഇവിടെ ഇല്ല. ദൈവത്തോട് അടുത്തവരും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരും ദൈവം സംസാരിക്കുന്നവരും ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരും